ആഡംബരക്കാർ ഒരു കണ്ടെയ്നർ ലോറിയിൽ കടത്തിക്കൊണ്ടുവരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന 3 പ്രതികളെ പിടികൂടിയത്. അതിൽ ഒരാളാണ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ ചാടിപ്പോയാളെ പിടികൂടിയോ? അല്പസമയം മുൻപാണ് ഈ ചാടിപ്പോയ സ്റ്റേഷനിലെ ബാത്റൂമിൽ നിന്നും ഗ്രില്ല് പൊളിച്ച് ചാടിപ്പോയ പ്രതിയെ പിടികൂടിയത്. സ്റ്റേഷനിൽ തന്നെ സമീപമുള്ള ഇവിടെ തൊട്ടടുത്ത് തന്നെ കുഫോസിൻ്റെ ഒരു കെട്ടിടമുണ്ട്. ഈ കുഫോസിൻ്റെ കെട്ടിടത്തിന് തൊട്ട് അപ്പുറത്തുള്ള ഒരു ആളൊഴിഞ്ഞ കെട്ടിടം, ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ പ്രതി. ഈ പ്രതിയെ മരട് പോലീസാണ് പിടികൂടിയത്. പിന്നീട് പ്രതിയെ ഇപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ പ്രതികളെ സ്റ്റേഷനകത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ കൃഷ്ണഗിരിയിൽ നിന്നും ഒരു കാറ് ഈ സംഘം മോഷ്ടിച്ചു കൊണ്ടുവന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇവർ കാർ മോഷ്ടിക്കുന്നത് വ്യക്തമായിട്ടുണ്ട് എന്നാണ് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതായത് ഒരു സംഘം ഈ കണ്ടെയ്നർ ലോറിയുമായി കാറിന് സമീപം എത്തും. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് സമീപം എത്തുന്നു. ആ കാറ് ഒരാൾ ഇറങ്ങി കാറ് കണ്ടെയ്നർ ലോറിയിലേക്ക് മോഷ്ടിച്ച് കണ്ടെയ്നർ ലോറിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇവർ കേരളത്തിലേക്ക് മറ്റോ കടന്നിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെയാണ് കേരള പോലീസിനടക്കം മുന്നറിയിപ്പ് നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹരിയാനയിലെ കുപ്രസിദ്ധ മേവത് കൊള്ള സംഘത്തിന് സമാനമായിട്ടാണ് ഇവർ മോഷണം നടത്തിയിരിക്കുന്നതെന്നും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഈ മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് ATM കൊള്ളയടക്കം നടത്താനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ATM കൊള്ള നടത്താൻ ശ്രമം നടന്നേക്കും. അത്തരം മുന്നറിയിപ്പുകൾ തമിഴ്നാട് പോലീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടെയ്നർ നെട്ടൂരിൽ നിന്നും പനങ്ങാട് പോലീസ് പിടികൂടുന്നത്. 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഈ 3 പേരുമായി ഇവർ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പക്ഷേ കാറ്, ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്നും കാറ് കണ്ടെത്താനായിരുന്നില്ല. ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്നും ഒരു AC-യും AC-യുടെ അനുബന്ധ ഉപകരണങ്ങളും ഗ്യാസ് കട്ടറുകളും മറ്റുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഏതായാലും ഈ പ്രതികളിൽ 3 പേർ, ഒരാൾ ഈ ബാത്റൂമിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഈ സ്റ്റേഷന് പുറകുവശത്തെ ബാത്റൂമിന്റെ ഗ്രില്ല് പൊളിച്ച് ഇയാൾ ഇവിടെ നിന്നും ഇറങ്ങി ഓടുന്നത്. പോലീസിന് ഇയാൾക്ക് ഭാഷയുടെ പ്രശ്നമുള്ളത് കൊണ്ടും അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഇയാൾ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു. ഇയാൾ രക്ഷപ്പെട്ടപ്പോൾ ഇയാൾക്ക് വസ്ത്രങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്ക് ഇയാൾ പോയിട്ടില്ല എന്ന് പോലീസിന് ഉറപ്പായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇവിടെ സമീപ പ്രദേശത്തുള്ള ഒരാൾ പോലീസിന് ഇത്തരത്തിൽ വസ്ത്രമില്ലാതെ ഒരാൾ കെട്ടിടത്തിലേക്ക് ഓടിക്കയറുന്നത് കണ്ടു എന്നൊരു വിവരം നൽകുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ സ്റ്റേഷന് സമീപത്തുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തിയത്. ആ തിരച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചാടിപ്പോയ ഈ 3ാമത്തെ പ്രതിയെ അയാൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ ഈ കാറ് എവിടെയെങ്കിലും ഇറക്കിയിട്ടുണ്ടോ നടക്കുന്ന കാര്യങ്ങൾ, ഇവർ കാർ എവിടെയാണ് ഇറക്കി നടക്കുമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വ്യക്തമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ പോലീസ്. അജിൻസ്, ശരി, എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇവർ എവിടെ നിന്ന് വന്നാണ്, എന്താണ് ഇവരുടെ മോഷണ ലക്ഷ്യം എന്നിവ പോലീസിന് വ്യക്തമാകും. ഇനി ഫാസ്റ്റ് ന്യൂസിൽ ദിവ്യ വരും.